പയ്യന്നൂർ ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിന് നാക് അംഗീകാരം ലഭിച്ചു. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്കിന്റെ B+ ഗ്രേഡ് അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ നടത്തിവരുന്ന പയ്യന്നൂരിലെ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ശ്രീ ഭക്തി സംവർദ്ധനി യോഗം കണ്ണൂർ തളാപ്പിലെ മാനേജ്മെൻറ്റ് നടത്തിവരുന്ന കോളേജിൽ കഴിഞ്ഞ ദിവസം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിലയിരുത്തുന്ന നാക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ 3 അംഗ സംഘം വന്ന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് പഠനം കൂടാതെ പാഠ്യേതര വിഷയങ്ങളും അതുപോലെ തന്നെ കോളേജിൽ ഉള്ള ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടുത്തെ ഹോസ്റ്റൽ, അതുപോലെ തന്നെ റിസൾട്ട്സും ഇതുപോലെയുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്സും ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു. 2 days ഫുള്ളായിരുന്നു അവരുടെ അസസ്മെൻറ്റ് പ്രൊസീജിയർ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ കോളേജ് മാനേജ്മെൻറ്റ് ഡയറക്ടേഴ്സുമായും അതുപോലെ പ്രിൻസിപ്പൽ, അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവികളുമായിട്ടും അധ്യാപകരുമായിട്ടും അനധ്യാപകരുമായിട്ടും അതുപോലെ തന്നെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടും ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെയുള്ളൊരു സെപ്പറേറ്റ് മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് കഴിഞ്ഞ ദിവസം നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് അവർ അനൗൺസ് ചെയ്തത്. വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലെ നേട്ടങ്ങൾ, അധ്യാപന മികവ്, കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബുകൾ, വർക്ക്ഷോപ്പുകൾ, ലൈബ്രറി, ഹോസ്റ്റലുകൾ, കോളേജ് നടത്തിപ്പിലെ മികവ് തുടങ്ങിയവ വിലയിരുത്തിയാണ് നാക് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. നാക് അക്രഡിറ്റേഷൻ ലഭിച്ച സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണികൾക്ക് അനുയോജ്യമായ ആധുനിക കോഴ്സുകൾ വരും വർഷങ്ങളിൽ കോളേജിൽ ആരംഭിക്കുന്നതാണെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 2003 കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉത്തര മലബാറിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്ന ചെലവിൽ മികച്ച എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ തളാപ്പ് ശ്രീ ഭക്തി സംവർദ്ധനി യോഗം പയ്യന്നൂർ കോറോം ഗ്രാമത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഗുരുദർശൻ സ്കോളർഷിപ്പും മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 B.Tech എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ PG കോഴ്സും നിലവിലുണ്ട്. ഇതിനോടകം 17 B.Tech ബാച്ചുകളും 10 M.Tech ബാച്ചുകളും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. കോളേജ് ക്യാമ്പസിൽ ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിച്ച് സംരംഭകരെ വളർത്തുന്നതിനും മികച്ച വ്യവസായ പരിശീലനം നൽകുന്നതിനുമായി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സും ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം പരിപാലിക്കുന്ന ശ്രീ ഭക്തി സംവർദ്ധനി യോഗത്തിന് കീഴിലാണ് പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രവർത്തിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AV ലീന, TK രാജേന്ദ്രൻ, PC അശോകൻ, സുനിൽകുമാർ M, സജയ് PP, മേരി സോണിയ ജോർജ്, ഡോക്ടർ സുധിൻ ചന്ദ്രൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.